നീ ഇങ്ങനെ സങ്കല്പിച്ച് ഓരോന്നും വിളക്ക പിടിച്ച് സുഖിച്ചിരുന്നോടാ. കണ്ണി കണ്ട കമ്മിറ്റിക്കാരെ ചീത്തയൊക്കെ ഞാനുണ്ടല്ലോ. അവര് പിന്നെയും ചീത്ത പറഞ്ഞ? ഇതെന്താ അവരിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ലല്ലോ. കഥാപ്രസംഗം വേണ്ട, മിമിക്സ് പരേഡ് മതി എന്ന് അവർ തീരുമാനിച്ചു. എന്നാ പിന്നെ അത് പറഞ്ഞാ പോരെ? അതിനെങ്ങനെ തെറി പറയണോ? എന്റെ ഒരു നമ്പർ പൊളിഞ്ഞതാടാ. ഏത് നമ്പർ? നമ്മുടെ കഴിഞ്ഞ 10-15 പരിപാടി ഉഗ്രനായിരുന്നു എന്നും നമുക്ക് നോട്ടുമാല കിട്ടിയായിരുന്നു എന്നൊക്കെ ഞാനൊരു കാച്ചി. എന്നിട്ട് ഇപ്പൊ അതൊക്കെ നുണയാണെന്ന് അവരറിഞ്ഞല്ലേ? അത് മാത്രമല്ല, പിന്നെ കഴിഞ്ഞ നമ്മുടെ 1-2 പരിപാടിക്ക് ചീമൊട്ടയേറി കിട്ടിയ കാര്യം ഏതോ തെണ്ടി അവിടെ ചെന്ന് പറഞ്ഞതാ. ഏത് തെണ്ടിയാ ഈ പച്ചക്കളഞ്ഞെന്ന് പറഞ്ഞത്? ഒരു പരിപാടിക്ക് നമുക്ക് ചീഞ്ഞ തക്കാളി അറിയില്ലേ കിട്ടിയത്? അപ്പൊ കഴിഞ്ഞ പരിപാടിക്ക് നമ്മുടെ ഓഡിയൻസ് ഓടിച്ചിട്ട് തല്ലിയതും ഒക്കെ അവരറിഞ്ഞ? എല്ലാം അറിഞ്ഞടാ. അതെ, അപ്പൊ നമുക്ക് തല്ലി കിട്ടായിരുന്ന മഹാഭാഗ്യം. അത്ര വലിയ മഹാഭാഗ്യമൊന്നും നമുക്കില്ല മോനെ. അതൊന്നും അഡ്വാൻസ് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അടി ഉറപ്പാ. ഫുഡ് അടിക്കട്ടെ കാട്ടുവാസി. കഞ്ഞി കുടിച്ചിട്ട് കുളിക്കാം. ഒന്നും ഉണ്ടാക്കിയില്ലേ? എടാ വൃത്തിയിട്ടവനെ, പച്ച മഞ്ഞ കളർഫുൾ കഞ്ഞി ഉണ്ടാക്കില്ലടാ. ഇല്ല, മനുഷ്യനാണെങ്കിൽ കുറച്ച് ആത്മാർത്ഥ വേണം. ആത്മാർത്ഥത ഇട്ട് പുഴുങ്ങിയാൽ കഞ്ഞിയാവില്ല. അതിന് അരി എന്ന് പറയുന്ന സാധനം വേണം. അരിയില്ലേ? അരിയില്ല. എന്നാ നിനക്ക് കുറച്ച് ചായയെങ്കിലും തിളപ്പിച്ചോടായിരുന്നോ? ചായപ്പൊടിയും പഞ്ചസാര ഇല്ലാതെ ചായ ഉണ്ടാക്കാൻ ഞാൻ മാജിക് ഒന്നും പഠിച്ചിട്ടില്ല. എന്ത് ചോദിച്ചാലും ഇല്ല ഇല്ല ഇല്ല. എന്തെങ്കിലും ഒരു സാധനം ഉണ്ടെന്ന് നിന്റെ തിരുനാക്ക് വിളച്ചൊന്ന് പറയടാ. എന്നാ ഉണ്ട്, ഒരു സാധനം ഉണ്ട്. മരച്ചിനി? കപ്പലണ്ടി. അയ്യയ്യേ, നല്ല 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 വിശപ്പുണ്ട്. കുറച്ച് വേണോ? അത് ആവശ്യത്തിൽ അത് എന്റെ തന്നെ ഉണ്ട്. എന്നാ കുറച്ചുകൊണ്ട് ബാങ്ക് ഇട്, നമുക്ക് വിശപ്പില്ലാത്ത എടുക്കാമല്ലോ. ചായക്കടയിൽ പോയാലോ? അവിടെ പോകാൻ പറ്റില്ല, പറ്റുകൂടൂല. എന്നാ നമുക്ക് വേറെ കടയിൽ പോവാം. നിന്റെ 25 രൂപയില്ല, അതിങ്ങെടുക്കടാ. ആ രൂപയ്ക്ക് ഞാൻ ഫെയർ ആൻഡ് ലവ്ലി വാങ്ങിച്ച് തേച്ച്. എന്തേ ഫെയർ ആൻഡ് ലവ്ലി? നീയൊക്കെ വിളിക്കണമെങ്കിൽ വല്ല കുമ്മായ ചോളേക്കറി കിടക്കടാ. അതും ഞാൻ പരീക്ഷിച്ചു നോക്കി. വിശന്നിട്ട് കുടല് കരിയുന്ന മണം. കുടലിന്റെ അല്ല, നല്ല ദോശയുടെ മണമാ. വിശന്നിരിക്കുമ്പോ ഒരുമാതിരി വൃത്തിയോട് പറയരുത്. ദോശ എന്ന് പറഞ്ഞ വൃത്തിയോടാ. ശരിക്കും ദോശയുടെ മണം ഇത്. ദോശ ദോശ ചൂട് ദോശ. തരാവടി ആക്രാന്തം കാണിക്കാതെ. അതെ, പെട്ടെന്ന് കഴിച്ചോ, മാറ്റം കാണണ്ട. തട്ടുദോശയാ. അതാ ഇത്രയും നല്ല സ്മെല്ല്. പണച്ചാക്കുകളുടെ സന്ധ്യതകളല്ലേ. തിന്നു കൊഴുക്കട്ടെ. പോക്കറ്റ് മണിയായിട്ട് കിട്ടുന്ന തന്നെ ആയിരങ്ങളാ. അതല്ലേ ഇതിലൊരെണ്ണത്തിനെ അടിച്ചെടുക്കാൻ ഞാൻ രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്. കഷ്ടം. ചേട്ടാ, ഇവന്മാർക്ക് ഉറക്കമില്ലേ? ഇവന്മാർ ഉറങ്ങണമെങ്കിൽ ഇവിടുത്തെ ലൈറ്റ് മുഴുവൻ ഓഫാക്കണം. അയ്യേ, വൃത്തികെട്ടവൻ തെണ്ടി. ഇതെങ്ങനെ വിട്ടാ പറ്റില്ല. ഓരോ ദിവസം കഴിയുന്തോറും ഇവന്മാരുടെ ശല്യം കൂടി കൂടി വരിക. വന്നിപ്പോ ബൈനാക്കുലർ വെച്ച നോട്ടം. മുറിയിലെ ഒരൊറ്റ ജനലും തുറക്കാൻ പറ്റില്ലെന്നായി. നമുക്ക് പോലീസിൽ ഒരു പരാതി കൊടുത്താലോ? അല്ലെങ്കിൽ ആ വീട്ടുടമസ്ഥോട് പറയാം അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ. അതൊന്നും വേണ്ട. 2 പൂവാലന്മാരെ ഒതുക്കാൻ നമ്മൾ ഇത്രയും പെമ്പിള്ളേർ ഇവിടെ ഇല്ലേ? കലാകാരനല്ല ഞാൻ, കേവലം നിങ്ങളെ പോലൊരുവൻ. ഞങ്ങളുടെ ഈ കഥ നടക്കുന്നത് കേരളത്തിലല്ല, അല്ല ഇന്ത്യയിലല്ല, അല്ല വെനീസിലല്ല, അല്ല ജപ്പാനിലല്ല, അല്ല അമേരിക്കയിലും അല്ല, അല്ല പിന്നെ എവിടെയാണ്? എറണാകുളത്തിനടുത്തുള്ള ഒരു കൊച്ചു ഗ്രാമത്തിൽ അതാ പാലവൃക്ഷച്ചോട്ടിൽ ഒരു അപ്സരകന്യക. എണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത പോലെ നയന മനോഹരാംഗിയ യുവതി നിശ്ചലയായി നിൽക്കുകയാണ്. ആരാണവൾ? ആരാണവൾ പാലവൃക്ഷച്ചോട്ടിൽ നിശ്ചലയായി നിൽക്കുന്നത്? മറ്റാരുമല്ല സുഹൃത്തുക്കളെ, അത് നമ്മുടെ കഥാനായിക. എന്തിനാണ് അവൾ പാലവൃക്ഷച്ചോട്ടിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത്? സുഹൃത്തുക്കളെ, അവൾക്കൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നില്ല. സ്വന്തം കാമുകനായ മധുവിന്റെ കൂടെ പോണോ, സ്വന്തം അച്ഛന്റെ കൂടെ പോണോ? അവസാനം അവൾ ഒരു തീരുമാനത്തിലെത്തി. എന്നിട്ട് അവൾ പാടി, മധുമതി. അച്ഛൻ വേണ്ട, മധുമതി. കാമുകനായ മധുമതി. വിവരം കേട്ടറിഞ്ഞ് സ്വന്തം അച്ഛൻ നെഞ്ചുപൊട്ടി നിലത്ത് വീണു. സുഹൃത്തുക്കളെ, പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിലത്ത് വീണ അച്ഛന്റെ മാറിലേക്ക് അവൾ കാത് ചേർത്ത് വെച്ചു. എന്നിട്ട് അവൾ പാടി, കാറ്റും പോയി അച്ഛന്റെ കാറ്റും പോയി, കാറ്റും പോയി അച്ഛന്റെ കാറ്റും പോയി. ഫോൺ ബില്ലടിക്കുന്നു, പോയെടുത്ത്. അത് വേണ്ട, നീ തന്നെ പോയി എടുത്താൽ മതി. നിന്റെ ആരാധകനായിരിക്കും. ഹലോ, ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ സ്പീക്കിംഗ്. ഗാനഭൂഷണം സതീഷ് കൊച്ചിൻ ഇല്ലേ? ഉണ്ട്, വിളിക്കാം. സതീഷ് ഇല്ല, പിന്നെ വയറ്റിളക്കം പിടിച്ച് കിടക്കുക. ഇന്ന് ഒരുപാട് പ്രാവശ്യമായി. ആരാ സംസാരിക്കുന്നത്? അതെ, ഞാൻ സതീഷ് ചേട്ടനോട് പറഞ്ഞോളാം. അത് അവൻ കക്കൂസിലായ. ഹലോ, സതീഷ് ചേട്ടനാ? അതെ, ഞാൻ ഈ ഹോസ്റ്റലിൽ നിന്നാ.
പിന്നെ എന്തോ അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അപ്പൊ പറഞ്ഞോളൂ. ഒന്നല്ല, 1000 കാര്യം വേണമെങ്കിലും പറഞ്ഞോളൂ. ശബ്ദോ, അത് പിന്നെ ഇവിടെ വേറൊരു ഫോൺ വന്നതാ. സതീശൻ എന്റെ വൈഫ് വിളിച്ചിരുന്നു. വൈഫോ? അയ്യോ, ഞാൻ മേലടല്ല. കുട്ടി പറഞ്ഞോളൂ. ഫോണിലൂടെ പറഞ്ഞ ശരിയാവില്ല, നേരിട്ട് പറയാം. വൈകിട്ട് 5 മണിക്ക് സെമിത്തേരിയുടെ മുമ്പില് വരുവോ? സെമിത്തേരി വേറെ എവിടെയെങ്കിലും പോരെ? എന്താ പേടിയാ? പേടിയോ? അയ്യോ, അതെന്താന്ന് പോലും എനിക്കറിയില്ല. ഇവൻ ഭയങ്കര പേടിത്തൂറിയാ. അത് ഏതോരത്തിലൂടെ വിറ്റടിച്ചതാ. അപ്പോ 5 o'clock അല്ലേ? ഓക്കെ, താങ്ക് യു. ഉമ്മയല്ല ബാപ്പ. ഉമ്മ. അയ്യേ, എന്തേ ഉമ്മ? ഒരുത്തിന്റെ കാര്യം ഓക്കെ. ആരാടാ അത്? ഒരു പെണ്ണ് കണ്ടാൽ ജൂഹി ചവളയെ പോലിരിക്കും. എടാ, ഇനിയെങ്കിലും ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. നിന്റെ ഈ ഉയരവും തൊലിവെളുപ്പും കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പൗരുഷം വേണം. അതിലെ ഗേൾസ് വീഴൂ. നീ എത്ര കാലമായിട്ട് ഓരോ പെൺകുട്ടികൾ പുറകെ നടക്കുന്നു. ഇപ്പൊ കണ്ടില്ലേ, സതീഷേട്ടാ സതീഷേട്ടാ എന്ന് വിളിച്ച് ഗേൾസ് മുഴുവൻ എന്റെ പിന്നാലെ നടക്കുന്നത്. അതാണ് പൗരുഷം. കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. ഇപ്പൊ വിളിച്ചാരടാ? ഒന്നും മറക്കാറായിട്ടില്ല. ആരാന്ന് നീ അറിയുകയും വേണ്ട. പാര വെച്ച് തട്ടിയെടുക്കാനല്ലേ? അതിന് നീ പണ്ടേ എടുക്കണ. സോറി കേട്ടോ, സംസാരിച്ചിരിക്കാൻ ടൈമില്ല. ബൈ ദ ബൈ, ഇവിടെ ഈ ജെൻസിന്റെ ബ്യൂട്ടി പാർലർ എവിടെ ഉള്ളത്? സർക്കസിൽ കരടിക്ക് മേക്കപ്പ് ചെയ്യുന്ന വേലായുധം മതിയാവോ? അസൂയക്ക് മരുന്നില്ലടാ. വേണ്ട വേണ്ട, ഞാൻ അറ്റൻഡ് ചെയ്തോളാം. അതെ, ഗാനഭൂഷണം സതീഷ് ഏട്ടൻ സ്പീക്കിംഗ്. ഗിരീഷേട്ടനില്ലേ? ഗിരീഷോ? അവനോടില്ല. അവന് എന്റെ ഡ്രസ്സ് മുഴുവൻ അലക്കി കഴിഞ്ഞപ്പോ ഞാൻ അവനെ മീൻ വാങ്ങിക്കാൻ മാർക്കറ്റിലേക്ക് വിട്ടിരിക്കുക. ഹലോ, ഗാനഭൂഷൺ ഗിരീഷ് കൊച്ചിൻ ഹിയ. ഗിരീഷേട്ടാ, എത്ര നേരമായി ഞാൻ വിളിക്കുന്നു എന്നറിയോ? എപ്പോ വിളിച്ചാലും മറ്റേ ആള് ചേട്ടൻ ഇല്ലാന്ന് പറയും. അതെന്താ അങ്ങനെ ചേട്ടാ? അതാ തെണ്ടിയുടെ സ്ഥിരം പരിപാടിയാ. കുട്ടി പറഞ്ഞോളൂ. അത് ഞാൻ നേരിട്ട് പറയാം. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് തേവര പാലത്തിന്റെ മുകളിൽ വരുമോ ചേട്ടാ? ഇഷ്ടമാണെങ്കിൽ മാത്രം വന്നാ മതി കേട്ടോ. ഇഷ്ടമാണ്, ഇഷ്ടമാണ്. കൊച്ചു കള്ളി. അപ്പൊ നേരിട്ട് കാണാം, പറഞ്ഞ പോലെ. ഓക്കെ ഓക്കെ. അയ്യടാ, അവന്റെ കാര്യവും ഓക്കെ. നട്ടുച്ചയ്ക്ക് പൊരുവെയിലത്ത് വരാൻ പറയേണ്ട വല്ല കാര്യമുണ്ടോ കുട്ടി? വല്ല പാർക്കിലോ ബീച്ചിലോ മറ്റോ ആയിരുന്നെങ്കിൽ. ആ, ഇനിയുള്ള കൂടിക്കാഴ്ചകൾ അവിടെ വെച്ചാകാം. ചാകാനാ വല്ലതും പറഞ്ഞായിരുന്നോ? എന്ത് എന്ത് എന്തോ? താൻ എന്റെ പാടുവെക്കി പോടൂ. എന്തോ? പേടിപ്പിക്കില്ലേ? പോടാവപ്പേ. അങ്ങനെ മര്യാദയ്ക്ക് പറ. എന്തൊരു ശ്മശാന മൂകത. അവളെന്തിനാ ഈ സ്ഥലം തന്നെ പറഞ്ഞത്? ആ, വിവാഹം സ്വർഗത്തിൽ വെച്ചാണല്ലോ. അപ്പൊ കണ്ടുമുട്ടൽ ചിലപ്പോ നരകത്തിൽ വെച്ചായിരിക്കും. ഓ സാറേ, സമയം പണിയെടുത്തിനടാ പന്നി. ചേട്ടാ, സമയം എന്തായി? വല്ലതും പറഞ്ഞായിരുന്നോ? അയ്യോ, എന്ത്? ഒന്നും പറഞ്ഞില്ല. പറഞ്ഞത് ഞാൻ കേട്ടു. ഓ, മണി 8. ഓ, താങ്ക് യു. പോടാ. വെൽക്കം. 8 മണിക്കൂറായി ഇരിപ്പ് തുടങ്ങിയിട്ട്. കൃത്യനിഷ്ഠ തീരെയില്ലാത്ത കുട്ടി. ആ, സാരമില്ല, വിവാഹശേഷം ഞാൻ എല്ലാം ശരിയാക്കി എടുത്തോളാം. അതേ നേരായോ വന്നിട്ട്? എന്തേ? സമയത്തിന് എത്താൻ കഴിഞ്ഞില്ല. ഐ എം വെരി സോറി. നിങ്ങളാണോ ഫോൺ ചെയ്തത്? ഡാർലിംഗ്, ഐ ലവ് യു. തൊള്ളെ തല്ലിക്കൊന്ന് കായലിലേക്ക് എറിയ ഞാൻ. ഇത് ഞാൻ പറഞ്ഞല്ല, ആ ഹോസ്റ്റലിലെ പെങ്കൊച്ച് പറയാൻ പറഞ്ഞതാ. ഏത് പെങ്കൊച്ച്? ദാ ഇത് തന്നയച്ച പെങ്കൊച്ച്. താങ്ക് യു. തൊള്ളെ വയസ്സങ്ങൾക്ക് പണിയുണ്ടാക്കി വെക്കരുത് കേട്ടോ. ഓ ദൈവമേ, ഈ മരിച്ച ആൾക്കാർ എങ്ങനെ ഈ ശ്മശാനത്തിൽ കഴിയുന്നു? ഹലോ. ഒരു പെങ്കൊച്ചിനെ കാണാൻ വന്നതാണല്ലേ? അല്ലല്ല, അതെ. ആ, ഇതാ പെങ്കൊച്ചി ഇവിടെ വെച്ചിട്ട് പോയതാ. താങ്ക് യു. തലയിൽ എന്ത് പറ്റി? പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഡോക്ടർ കെട്ടിയതാ. അത് ശരി. ഇവിടെ കൊണ്ട് കുഴിച്ചിട്ടിട്ട് വർഷം 2 കഴിഞ്ഞു. ഇതുവരെ ഇത് അഴിഞ്ഞു പോയില്ല. അവന്റെ ഓട്ടം കണ്ട PT ഉഷ പോലും ഇതുപോലെ ഓടൂല. അവൻ പോയി. എന്റെ പ്രേമ സമ്മാനമേ,
ഈ തണ്ടി ഇവിടെ തന്നെ ഉണ്ടായിരുന്ന? എന്തായി പോയിട്ട് കണ്ടോ? കണ്ടു. കാണുക മാത്രമല്ല, ഒരുപാട് സംസാരിക്കുകയും ചെയ്തു. സംസാരിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. നീ പോയിട്ട് എന്തായി? ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. പെട്ടെന്നായിരുന്ന? രജിസ്റ്റർ മാരെയായിരുന്നു. ഓ, ഇപ്പൊ രഹസ്യമാക്കി വെച്ചിരിക്കുക. പരസ്യമായിട്ട് നാട്ടുകാരെയൊക്കെ വിളിക്കുമ്പോ ഞാൻ നിന്നെ വിളിക്കാം. താങ്ക് യു. പക്ഷെ സോറി കേട്ടോ, ആ സമയത്ത് ഞാനിവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ഞങ്ങൾ ജാഫ്നയിൽ ഹണിമൂണിലായിരിക്കും. എന്നാ ചെല്ല്. ഓ ഓ ഓ ഓ ഓ. I love you. പ്രിയപ്പെട്ട ഗിരീഷേട്ടന് ഞാൻ ആരെന്ന് വെളിപ്പെടുത്തുന്നില്ല. എങ്കിലും ഒരു സൂചന തരാം. എന്റെ പേര് സംഗീതത്തിലുണ്ട്, സംസാരത്തിലില്ല, തുമ്മലിലുണ്ട്, ചമ്മലിലില്ല. എന്റെ പേര് രംഭയിലുണ്ട്, മേനകയിലില്ല, ഗീർവാണത്തിലുണ്ട്, നീർവാണത്തിലില്ല, അലവലാതിയിലുണ്ട്, ചെറ്റയിലില്ല. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധം ശരിക്കും കിട്ടാൻ വേണ്ടി പൂവിലിത്തിരി മുളകുപൊടി ഇട്ടത് എത്ര നന്നായില്ലേ? രാവിലെ മുഴുവൻ എവിടെയെങ്കിലും തെണ്ടിത്തിരിഞ്ഞ് അറിഞ്ഞിട്ട് കയറി വരും. ജലദോഷം കുട്ടൊക്കെ ആയിട്ട് ചെറ്റ. എന്റെ സ്നേഹത്തിന്റെ ഗന്ധം ഈ പുഷ്പത്തിലുണ്ട്. ഇത് മറ്റേ അത് പാമ്പാന്ന് പറഞ്ഞാൽ കഴിയില്ല. ഞാൻ സോമന, കലാക്ഷേത്ര കൺവീനർ. എച്ചി നിന്റെ തന്ത. ശരിയാക്കി തരാടാ, ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട്. സ്നേഹത്തിന്റെ ഗന്ധത്തിന് ഇത്രേ എരിവുണ്ടാവും ഞാൻ വിചാരിച്ചില്ല. എന്റെ പേര് സംഗീതത്തിലുണ്ട്, സംസാരത്തിലില്ല. അലവലാതിയിലുണ്ടില്ല, രംഗീല. രംഗീലേ, അങ്ങനെ ഒരു പേരുണ്ടാ? അതൊരു സിനിമ പേരല്ലേ? കള്ളപ്പുല്ലുകളെ. അലവലാതിയിലുണ്ട്, രംഭയിലും മേനക അവളെ അച്ഛന്റെ അലവലാതി ചേറ്റകള്, അവളെ പെട്ടി പട്ടികള്. അവളാ? പിള്ളച്ചേട്ടാ ഒന്ന് ചവിട്ടി. നീ വല്ലതും കണ്ട? നോക്കി. ഭസ്മാസുര മോഹി. ഇവൻ തന്നെ മതി, ഇറങ്ങ്. അല്ല, ഇത് ആരൊക്കെയാ വന്നിരിക്കണേ? വരണം, ഇരിക്കണം. എവിടുന്ന് വരുന്നു? എന്താ നിങ്ങളുടെ പേര്? ചായയോ കാപ്പിയോ? അത് രണ്ടുമല്ല ഞങ്ങളുടെ പേര്. എന്റെ പേര് പിള്ള, ഇവന്റെ പേര് കുഞ്ഞികൃഷ്ണൻ. ഞങ്ങൾ ഈ ഭസ്മാസുര മോഹിനി ബുക്ക് ചെയ്യാൻ വന്നതാ. ആ, എന്നാ സാധനം വേണ്ടത്? ഏതാ സ്ഥലം? സ്ഥലം പരിശുദ്ധമായിട്ടുള്ള ഗ്രാമാണ് പുതുക്കോട്ട. പുതുക്കോട്ടെ. എന്റെ അമ്മോ! എന്താ ചേട്ടാ? രാജപ്പോ,
പുതുക്കോട്ടേന്ന് പരിപാടി ബുക്ക് ചെയ്യാൻ വന്നിക്കണോ? എന്നാ പിന്നെ അഡ്വാൻസ് അങ്ങോട്ട് വീശ. എന്റെ പൊന്നു ചേട്ടാ, ശ്രീലങ്കയിലാണ് 10 ദിവസത്തെ പരിപാടിയാണെന്ന് പറഞ്ഞാലും ഒരു അഡ്വാൻസും കൂടാതെ ഞാൻ വന്ന് കളിച്ചു തരാം. ഇത് മാത്രം പറയരുത്. അല്ല, കാശ് എത്ര വേണ്ടെന്ന് വെച്ചാ കൂട്ടി ചോദിച്ചോളൂ. ഒന്നും വേണ്ട, പുതുക്കോട്ടയിലേക്ക് ഞങ്ങളില്ല. ബോംബിട്ട് നശിപ്പിക്കേണ്ട സ്ഥലം അത്. ബോംബിടണോ തീരുമാനിക്കുന്നത് ഞങ്ങളാ. ഇറങ്ങിക്കോ. എന്നാ ഞങ്ങളിനി ഇറങ്ങട്ടെ. അല്ല, ഈ ഭസ്മാസുര മോഹിനില് ഹനുമാന്റെ വേഷാണോ ചെയ്യണേ? അതെ. അപ്പൊ പിന്നെ നിനക്ക് മേക്കപ്പിന്റെ ആവശ്യമില്ലടാ. വേടാ ഭാഷ ഞങ്ങള് പറയുന്ന ഭാഷ ഒന്നും മനസ്സിലാക്കാൻ. എന്ത് ധൈര്യത്തിലാണ് പിന്നെ നീയൊക്കെ വന്നത്? കഴിഞ്ഞ വല്ല മേജിക് കാണിക്കാൻ വന്ന എന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടി പെട്ടിയിലേക്ക് വിട്ടവരല്ലേ നീയൊക്കെ? അത് കഴിഞ്ഞ കൊല്ലല്ലേ, ഇത് ഇക്കൊല്ലത്തെ പരിപാടിയാ. ആളുകളൊക്കെ ഭയങ്കര ഡീസന്റ് ആയി ചേട്ടാ. മിണ്ടി പോവരുത്, തലമിട്ടോ, അല്ലെങ്കിൽ രണ്ടിനും കുരങ്ങാക്കി മാറ്റും ഞാൻ. എന്നിട്ട് അങ്ങനെ ആ മാജിക്കുകാരൻ എന്നെ കൊരങ്ങാക്കുന്നു പറഞ്ഞു. നിന്നിപ്പോ പ്രത്യേകിച്ച് കൊരങ്ങാക്കേണ്ട കാര്യമൊന്നുമില്ല. അയ്യോ, ഈ പറയുന്നത്ര കുഴപ്പം പിടിച്ച സ്ഥലമാണോ പുതുക്കോട്ട? പറയുന്നതിൽ ഇത്തിരി കാര്യമുണ്ടെന്ന് കൂട്ടിക്കോളൂ. ഈ ഉത്സവം നടത്തണത് എന്നെ തല്ലുണ്ടാക്കാനാ. അതെ, കഴിഞ്ഞ തവണ മാജിക് കാണിക്കാൻ വന്ന ആള് ഒരൊറ്റ മാജിക് കാണിച്ചുള്ളൂ. ബാക്കി മാജിക് ഒക്കെ പുതുക്കോട്ടക്കാരുടെ ശരീരത്തെ ഉത്സവത്തിന് പ്രോഗ്രാമായിട്ട് കഥാപ്രസംഗം മതിയോ? എന്ത് പണ്ടാറായാലും മതി. എങ്കി ഞങ്ങളൊരു പാർട്ടിയെ തരാം. തല്ലുകൊണ്ട് പരിചയമുള്ള പാർട്ടിയാണ്. നീ മിണ്ടരുത്. നിങ്ങൾക്ക് പറ്റിയ പാർട്ടി തന്നെയാ. മോളെ ഏറ്റാ ഏറ്റവുന്നേ. ആ 100 ആയിസ ഗീതുമോളുടെ കാര്യം പറഞ്ഞ് ദേ നാവിടുത്തേ ഉള്ളൂ. എന്താ ഒരറിയിപ്പും ഇല്ലാതെ പിള്ളച്ചേട്ടനും കുഞ്ഞീഷനും പെട്ടെന്ന്? ഉത്സവത്തിന് പ്രോഗ്രാം ബുക്ക് ചെയ്യാൻ വേണ്ടി വന്നതാ. അപ്പൊ ഗീതുമോൾ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി വന്നേ. ചേട്ടാ, പിന്നെ ഞാൻ വന്നത് ഉത്സവത്തിന് ഗീതുമോളെ ക്ഷണിക്കാനും കൂടി വേണ്ടിട്ടാ. ഇത്തവണ നിർബന്ധമായിട്ട് വരണമെന്ന് പറയാൻ പറഞ്ഞു. 2 കൂട്ടരും പറഞ്ഞു. മാടശ്ശേരിന്നും പാലത്തറയെന്നും പ്രത്യേകം പറഞ്ഞയച്ചതാ. ഞാൻ വരുന്നില്ല. വന്നിട്ട് എന്തിനാ? അതിന്റെ പേരിൽ തല്ലും വഴക്കം ഉണ്ടാക്കാനല്ലേ? ഒന്നും ഉണ്ടാവില്ല, ഒക്കെ ഈ പിള്ളച്ചേട്ടൻ നോക്കിക്കോളാം. പിന്നെ ഈ ഉത്സവത്തിന് മോളുടെ അച്ഛൻ എത്തുമെന്ന് പറഞ്ഞിരിക്കല്ലേ. വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. അറിയിക്കേണ്ടത് അറിയിക്കാതെ പറ്റില്ലല്ലോ. തമ്പി അദ്ദേഹം ഉത്സവത്തിന് എത്തുന്ന അറിഞ്ഞോടെ അവിടെ പോലീസുകാരുടെ ഒരു ബഹള. പാലത്തറയിലും മാടശ്ശേരിയിലും ചില ഒരുക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. തോക്കും നാടൻ ബോംബും ഒക്കെ കരുതുന്നുണ്ടെന്നാണ് അറിഞ്ഞത്. ഈ അവസ്ഥയില് അവരെ ഒന്ന് പറഞ്ഞു നിർത്താൻ മോളെ കൊണ്ട് മാത്രമേ സാധിക്കൂ. അതുകൊണ്ട് കൂടി പറയാ, മോള് വരണം, വന്നേ പറ്റൂ. ചേട്ടൻ എന്തൊരു സ്മാർട്ടാ. ഒരു മീശ വെച്ചൂടെ? മീശ വെക്കാഞ്ഞിട്ടല്ല, വരാഞ്ഞിട്ടാ. ചേട്ടന് ബൈക്ക് ഓടിക്കാൻ അറിയോ? പിന്നെ എന്തേ? ബൈക്കിന്റെ പുറകിലിരുന്ന് ചെത്ത എനിക്ക് ഭയങ്കര കൊതിയാ. ഞങ്ങളുടെ നാട്ടിലൊക്കെ ചെത്തുന്നത് തെങ്ങിന്റെ മണ്ടയിലിരുന്നാ. എന്തേ സ്വകാര്യം പറച്ചിൽ ഇനിയും തീർന്നില്ലേ? ഏയ്, അത്രയ്ക്കൊന്നുമില്ല. ഉത്സവത്തിന് വരണമെന്ന് പറയായിരുന്നു. അവള് വരും. അവള് മാത്രമല്ല, ഈ ഉത്സവത്തിന് ഞങ്ങൾ എല്ലാവരും വരുന്നുണ്ട്. അപ്പോഴേ അടുത്ത് വേറെ കോളേജ് ഉണ്ടെങ്കിൽ അവിടുത്തെ പെമ്പിള്ളേരും കൂടി വിളിച്ചോ. ഉത്സവം ആകെ ഒന്ന് കൊഴുക്കട്ടെ. കുഞ്ഞീഷ്ണ, നിന്നെ അധികം നേരം ഇവിടെ നിർത്തണില്ല. നിന്റെ ഷുഗർ കൂടും. അപ്പൊ വരട്ടെ. പിള്ളച്ചേട്ടൻ നേരെ നാട്ടിലേക്കല്ലേ? അല്ല, ഇനിയും കുറെ കലാകാരന്മാരുടെ തല്ലും തൊഴിയും കൊള്ളാനുണ്ട്. ഇതെന്റെ ജാതകത്തിലുള്ളതാ. അല്ല, സാറ് വരണില്ലാവോ? അപ്പൊ അവിടെ കാണാം. കുട്ടി വരില്ലേ? ഡോ, തനിക്ക് എന്റെ കൂടെ വരാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു കാര്യം ചെയ്യ് ഗീതു, ഇയാൾ ഇവിടെ കൂടിക്കോട്ടെ. നിങ്ങളുടെ തുണി അലക്കാനും അടിച്ചു വരാനൊക്കെ ഒരാളായില്ലേ? അതെ, ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോ എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ ഈ പെമ്പിള്ളേരുടെ മുമ്പിൽ വെച്ച് എന്നെ കളിയാക്കിയാലുണ്ടല്ലോ. ആ ചെവി ഇങ്ങോട്ട് തന്നേ മോനെ. പോടാ പട്ടി. ആ ചെവി ഒന്ന് തരൂ. പോയില്ലെങ്കിൽ താൻ എന്ത് ചെയ്യുമ്പോടോ പിള്ളച്ച. ദേ, ഇത്തവണ ഉത്സവത്തിന് ഞങ്ങളുടെ വക ഒരു പ്രോഗ്രാം ഉണ്ട്. കഥാപ്രസംഗം. അപ്പുറത്ത് 2 വായി നോക്കിയാളില്ലേ? ഗാനഭൂഷണം, കൊച്ചിൻ ബ്രദേഴ്സ് അവരുടെയാ. ഏയ്, അതൊന്നും വേണ്ട. വേണം ഗീതു, അവർക്ക് ഒറ്റ പ്രോഗ്രാം ഇല്ല. ആ പാവങ്ങൾക്ക് ഒരു സഹായം ആവട്ടെ എന്ന് കരുതിയാ. വാൾവീശി ചേർന്ന് മാറി ഇടപുറം കൊണ്ട് ചാടി വീണ് വനപ്പുറം കൊണ്ട് ചാടി വെട്ടി കേറി അടിവാളിന് വീശി പണ്ടാരടങ്ങാൻ ഉയരം പൊങ്ങി മാറി സർപ്പനിലയിൽ വാൾവീശി ഗജമുഖം കൊണ്ടെടുത്ത് ഗുരുക്കളെ, ഇതാ ചിക്കൻ ഫ്രൈ. ചാടി വെട്ടി. എടാ, തീറ്റ കാണുമ്പോ അഭ്യാസം മറക്കരുത്. തുടരട്ടെ. അയ്യോ, വിശന്നിട്ട് വയ്യ. വിഷം
അവരും കഴിച്ചോട്ടെ ഗുരുക്കളെ. ഏയ് പാടില്ല, ഇനിയും തെളിയാനുണ്ട്. മെയ് കണ്ണാകണം. ഇടത് വെട്ടി വലത് വെട്ടി എവിടെ നോക്കി പൂഴിക്കടകൻ. ഇതാരാ കോഴിക്കടകൻ? പൊരിച്ച കോഴിയാട്ടാ ചെറ്റ പൂഴിക്കടകൻ കളിക്കുന്നത്. ഒഴിഞ്ഞു മാറി കടകം മറിഞ്ഞ് വെട്ടി ഇരുന്ന് വെട്ടി കിടന്ന് വെട്ടി 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 വിഴുങ്ങിയിരിക്കുന്ന ഇരിപ്പ് കണ്ടില്ലേ? വന്നപ്പോ ഞാഞ്ഞൂല് പോലെ ഇരുന്നതാ, ഇപ്പൊ ശീമപ്പന്നി പോലെ കൊഴുത്തു. കളരി മാത്രം കൊഴുത്തില്ല. അതെന്താ മോലാളി അങ്ങനെ പറയുന്നത്? ഞാനും എന്റെ ശിഷ്യഗണങ്ങൾ കൂടിയല്ലേ വടംവലിയിൽ വിജയം കൊയ്ത് ഉത്സവം മാടശ്ശേരിക്ക് നേടി തന്നത്. ഞാൻ ആ പഴക്കൊലയെ കൊണ്ട് വന്നില്ലായിരുന്നേ കാണായിരുന്നു. വെട്ട് വെട്ട്, തേനക്കെട്ടുണ്ടാകാതെ നോക്കണം. ഉത്സവം അടുക്കാറായി, പോയി വെട്ടടോ. വെട്ടടാ വെട്ട്. ബുക്ക് ചെയ്തല്ലോ. 10 ദിവസവും കലാപരിപാടികൾ ഉണ്ടായിരിക്കുമല്ലോ. ആ 10 ദിവസവും കലാപരിപാടികൾ ഉണ്ടാവില്ല. ആരെങ്കിലും വിളിച്ചാ വരുമോ? അത്രയ്ക്കും പ്രസിദ്ധാണല്ലോ ഇവിടുത്തെ കാര്യങ്ങള്. ഒന്നാം കട്ട. പിന്നെ താൻ എന്തോന്നല്ലത്താനാ പോയത്? ഒരു പരിപാടിയില്ലേ ഞാൻ ഒരെണ്ണം നടത്തും. മനുഷ്യനെ ജീവനോടെ കത്തിക്കുന്ന മാജിക്കാ? അല്ല ശരിക്കും. ആരെ കത്തിക്കും? തന്നെ. വേറെ ആരെയും കത്തിച്ച പെട്ടെന്ന് കത്തില്ല. ഭഗവതി. സ്റ്റേജിലിട്ടാണോ മുതലാളി കത്തിക്കുന്നത്? കൂട്ടത്തിൽ നിന്നെയും കത്തിക്കും. കൊച്ചുതമ്പി എന്താടാ കൊല്ലലും കത്തിക്കലും അല്ലാതെ വേറൊന്നും നിന്റെ നാവിൽ വരില്ലേ? പിള്ളേ, താൻ ഗീതുമോളെ കണ്ടുവോ? കണ്ടു. ഇത്തവണ ഉത്സവത്തിന് ഗീതുമോള് വരും. ഗീതുവിനോട് മാടശ്ശേരിയിലേക്ക് തന്നെ വരണമെന്ന് പറഞ്ഞില്ലേ? അതെന്തിനാ പ്രത്യേകം പറയുന്നത്? ഇതല്ലേ അവളുടെ വീട്. ഗീതുവിനെ പാലത്തറയിലേക്ക് കൊണ്ടുപോകുന്ന ആ പാലുണ്ണിയും ശ്രീധരനുണ്ണിയും പലയിടത്തും പറഞ്ഞതായിട്ട് അറിഞ്ഞു. ഏത് ഗോത്താഴത്ത് വേണേലും പറയട്ടെ, ഇത് വരുന്നത് ഇങ്ങോട്ട് തന്നെയാ. മറിച്ചാവണമെങ്കിൽ ഈ മാടശ്ശേരി കൊച്ചുതമ്പിയെ കൊല്ലണം. എന്റെ ഭഗവതി, ഇനി ഗീതുമോള് വരും.